السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കൾ, ന്യൂറു സബാഹ് എന്ന ശീർഷകത്തിന് താഴെയായിട്ട് നമ്മൾ നടത്തുന്ന ക്ലാസ്സുകൾ ഇന്ന് 8ാമത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രത്യേക സൂറത്ത്. ഈ സൂറത്ത് നമുക്ക് പാരായണം ചെയ്താൽ വലിയ മഹത്വം കരസ്ഥമാക്കാൻ കഴിയും, വലിയ പുണ്യമുണ്ട്. അതുപോലെ ഈ സൂറത്ത് പ്രത്യേക ദിവസത്തിൽ പാരായണം ചെയ്യൽ സുന്നത്തായിട്ടുള്ള കാര്യം കൂടിയാണ്. അതിന് വലിയ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നൽകുന്ന ഒരു ഹദീസ് ഉണ്ട്. മഹാനായ ബറാഅ ബിനു ആസിബ് റളിയല്ലാഹു അൻഹു മഹാനവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ബുഖാരി മുസ്ലിം 2 കിതാബുകളിലും വന്നിട്ടുണ്ട്. ഒരാൾ ഇരുന്നു കൊണ്ട് ഇങ്ങനെ സൂറത്തുൽ കഹ്ഫ്, കാന റജുലുൻ യഖറഉ സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫ് ഒരാൾ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പാരായണം ചെയ്യുകയായിരുന്നു. വഇൻദഹു ഫറസുൻ മർബൂത്തുൻ ബി ശതനൈൻ, 2 കയറുകൾ കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട ഒരു കുതിര അദ്ദേഹത്തിന്റെ ചാരത്തുണ്ട്. ഒരു ചാരത്ത് ഒരു കുതിരയുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുകയാണ്. ആ സമയത്ത് എന്താ ഉണ്ടായത്? ഫതഗശ്ശതുഹു സഹാബത്തുൻ ഫജഅലത് തദ്നു, ആ സമയത്ത് മേഘം ഇങ്ങനെ അവരെ പൊതിയാൻ തുടങ്ങി. ഫതഗശ്ശതുഹു സഹാബത്തുൻ, മേഘം അവരെ ഇങ്ങനെ പൊതിയാൻ തുടങ്ങി. ഫജഅലത് തദ്നു, ആ മേഘം ഇങ്ങനെ അവരിലേക്ക് ഇങ്ങനെ അടുത്ത് വരികയാണ്. മേഘം അവരിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. ആ സമയത്ത് മേഘം ഇങ്ങനെ അടുത്ത് വരുമ്പോൾ ആ സമയത്ത് കുതിര വജഅല ഫറസുഹു യൻഫിറു മിൻഹ, കുതിര ഇങ്ങനെ കുതറി ഓടാൻ ശ്രമിക്കുകയാണ് അവിടുന്ന്. മേഘം ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് ആ കുതിര എന്താണ് അവിടുന്ന് ഇങ്ങനെ കുതറി ഓടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഫലമ്മ അസ്ബഹ അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രഭാതമായപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അവർ ചെല്ലുകയാണ്. എന്നിട്ട് ഫദക്കറ ദാലിക ലഹു, ഇന്നലെ ഇങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ ഹബീബായ തങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു. ഇങ്ങനെ മേഘം ഇങ്ങനെ ഞങ്ങളെ പൊതിഞ്ഞു, കുതിര ഇങ്ങനെ കുതറി ഓടാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഹബീബായ തങ്ങൾ ആ വ്യക്തിയോട്, ആ വന്ന ആളോട് പറഞ്ഞു, ഫഖാൽ തിൽക സകീനത്തു തനസ്സലത് ലിൽ ഖുർആൻ, തിൽക സകീനത്തു, അതെന്താണ്? സകീനത്താണ്, സമാധാനമാണ്. തനസ്സലത് ലിൽ ഖുർആൻ, അത് ഖുർആന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് വലിയ പുണ്യം കരസ്ഥമാക്കാൻ കഴിയുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ. പ്രത്യേകമായിട്ട് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ സുന്നത്തുള്ള കാര്യമാണ്, നമുക്കൊക്കെ അറിയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫി യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അല്ലാഹു ലഹു മിനൻ നൂരി മാ ബൈന ജുമുഅത്തൈൻ, 2 ജുമുഅകൾക്കിടയിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം, നൂറ് അവനിലേക്ക് നൽകുമെന്നാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രകാശവും സംരക്ഷണവും ഒക്കെ ആ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തവർക്ക് ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് പ്രത്യേകമായിട്ട് വെള്ളിയാഴ്ച ദിവസം പ്രഭാതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയുന്ന പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്യണം. അത് വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ വലിയ പുണ്യമാണ്, വലിയ സുന്നത്തായിട്ടുള്ള കാര്യം കൂടിയാണ്. അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം, നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൽ നിന്നൊരു സംരക്ഷണം കിട്ടാൻ ഉതകുന്ന ഒരു കാര്യമാണത്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസം എല്ലാ കാര്യത്തിലും, ആ ആഴ്ചയിലെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ ഒരു ബർക്കത്തും ഒരു പ്രകാശവും ഒക്കെ നമുക്ക് കിട്ടും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇന്നത്തെ പ്രഭാതത്തിലൊക്കെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. ജുമുഅക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ ജുമുഅക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ കുറച്ച് നേരത്തെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. അതിനുശേഷം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആഖിറം രക്ഷപ്പെടാൻ ഇതുകൊണ്ടൊക്കെയാണ് കാരണമാവുക. ഖുർആൻ ഓതൽ വലിയ മഹത്വമുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഖുർആനുമായിട്ട് എപ്പോഴും നമുക്ക് ബന്ധമുണ്ടായിരിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് കഴിയുമെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ മുഴുവനായിട്ട് ഖത്ം തീർക്കണം, പൂർണ്ണമായിട്ട് നമ്മൾ പാരായണം ചെയ്ത് തീർക്കണം. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ, എങ്ങനെയാണെങ്കിൽ ഖുർആനുമായിട്ട് ബന്ധമുണ്ടാകണം. മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്ത് തീർക്കണം. 30 ജുസ് അതിനാണല്ലോ. ഓരോ ദിവസവും ഓരോ ജുസ് വീതം പാരായണം ചെയ്താൽ
30 ദിവസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി പരിപൂർണമായിട്ട് നമുക്ക് ഓതി തീർക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഖുർആൻ പൂർണ്ണമായിട്ട് ഓതി തീർക്കാൻ ശ്രമിക്കുക. ഒരു മാസത്തിലെങ്കിലും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽ അള്ളാഹുവിന് കുറച്ച് കുടുംബക്കാരുണ്ട്, അള്ളാഹുവിന് കുറച്ച് അഹ്ലുകാരുണ്ട്. അപ്പോ സഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, മൻഹും, അവരാരാണ് നബിയെ എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആന്റെ അഹ്ലുകാരാണ്. അഹ്ലുല്ലാഹി വഖാസത്തുഹു, അവര് അള്ളാഹുവിന്റെ പ്രത്യേകക്കാരാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ഖുർആനുമായി ബന്ധമുള്ളവർ, മനഃപ്പാഠമുള്ളവർ, ദൈനംദിനം ഓതുന്നവർ, നിരന്തരം ഖുർആനെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇവരൊക്കെ അള്ളാഹുവിന്റെ ബന്ധുക്കളും കുടുംബക്കാരുമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് ദുനിയാവിൽ ജനങ്ങൾക്കിടയിൽ. അതുകൊണ്ട് ഖുർആനുമായിട്ട് എപ്പോഴും നമ്മൾ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കണം. എപ്പോഴും ഒരു ഖുർആനുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ നാവ് കൊണ്ട് ആ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ദോഷങ്ങളൊക്കെ മായ്ഞ്ഞു പോകാൻ അത് കാരണമാകും. നാവ് കൊണ്ട് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ദോഷങ്ങളൊക്കെ ഇങ്ങനെ മായ്ഞ്ഞു ഖുർആൻ പാരായണം ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തിന് വലിയ സക്കീനത്ത്, സമാധാനം കിട്ടാൻ കാരണമാകും. അതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ആ ആദ്യത്തെ ഹദീസിൽ പറഞ്ഞത് അത് സമാധാനമാണ്, സക്കീനത്താണെന്ന്. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫും മറ്റു സൂറത്തുകളൊക്കെ പാരായണം ചെയ്യുക ഒക്കെ പുണ്യമുള്ള കാര്യമാണ്. ഖുർആൻ ദൈനംദിനം നമ്മൾ പാരായണം ചെയ്തവരായിരിക്കണം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് സമാധാനവും മനഃശാന്തിയും ഒക്കെ കിട്ടാൻ കാരണമാകും. ടെൻഷനും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഒരുപാട് ടെൻഷനും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഖുർആൻ എടുത്തു വെച്ചൊന്ന് പാരായണം ചെയ്ത് ആ ടെൻഷനും പ്രയാസമൊക്കെ പോയി കിട്ടാൻ അത് കാരണമാകുമെന്നാണ്. അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഖുർആനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ് താൽക്കാലികം. ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. ദൈനംദിന ഖുർആനുമായിട്ട് ബന്ധമുണ്ടാകണം. ദിവസവും ഓരോ ജുസെങ്കിലും നമ്മൾ തീർക്കണം. അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ സ്വാലിഹായി സ്വീകരിക്കട്ടെ. നമ്മെല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ നീ അള്ളാഹു നല്ല ഖുർആൻ ഹിഫ്ളുള്ളവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അള്ളാഹ് ഖുർആൻ മനഃപ്പാഠമാക്കാൻ കൂടുതൽ സൂറത്തുകൾ പഠിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. ഖുർആനുമായൊരു ബന്ധം ഞങ്ങൾക്ക് നൽകണേ. അള്ളാഹു ഞങ്ങളുടെ മരണം ആക്കണേ. മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വിശാലമാക്കണേ. അള്ളാഹു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഖൈർ പ്രദാനം ചെയ്യണം. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ ക്ലാസ്സുകളെ നീ കബൂൽ ചെയ്യണേ. നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി ബുദ്ധിയും നീ നൽകണം. റഹ്മാനെ, ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് അവസാനിപ്പിക്കുന്നു. എല്ലാവരും എനിക്ക് ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.